നല്ലൊരു ഓണമാണെങ്കിലും അത്രയൊന്നും ആഘോഷിക്കാൻ, അത്രയൊന്നും ആഹ്ലാദിക്കാൻ മനസ്സ് വരുന്നില്ല. പ്രധാനമായിട്ടും ഈ ഇമിഗ്രേഷൻ നിയമത്തിൽ വരുന്ന കൂടെ വരുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ ആളുകളെയെല്ലാം ധാരാളമായിട്ട് ബാധിക്കുന്നു. നമുക്കറിയാം, ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ പിള്ളേർ തന്നെ H1 വിസയിൽ വന്നിട്ട് ഗ്രീൻ കാർഡിന് അപേക്ഷിച്ചിട്ട് വിസ നമ്പർ ഇല്ലാത്തതുകൊണ്ട് കാത്തു നിൽക്കുന്നവർ പലരുമുണ്ട്. 10-12 വർഷമായിട്ട് കാത്തു നിൽക്കുന്നവർ. അപ്പോൾ അവർക്ക് ഒരു വർഷം ഏതാണ്ട് 9,600 ഗ്രീൻ കാർഡാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കുക, ഓരോ രാജ്യത്തിനും കൊടുക്കുക. അപ്പോൾ എത്ര ചെറിയ രാജ്യമാണേലും വലിയ രാജ്യമാണേലും അപ്പോൾ ഈ 10 ലക്ഷം പേർക്ക് കിട്ടണമെങ്കിൽ 100-150 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് പുതിയ നിയമങ്ങൾ വരുന്നത്. അപ്പം മറ്റൊരു നിയമം വന്നത്, ഈ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർ ഇവിടെ നിന്ന് അപേക്ഷിച്ചാൽ കൂടി അവർ അവരുടെ നാട്ടിൽ പോയി വേണം ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട്, ആ ഗ്രീൻ കാർഡ് ഇൻ്റർവ്യൂ നടത്താനായിട്ട്. അപ്പോൾ അങ്ങനെ പലരും ഈ വിസ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവർ, അവരെയൊക്കെ ബാധിക്കുന്നൊരു പുതിയ നിയമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഈ ഗ്രീൻ കാർഡിനും ഇമിഗ്രൻ്റ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂകളെല്ലാം ആഗോളതലത്തിൽ നിർത്തിവച്ചിരിക്കുന്നു. എല്ലാ കോൺസുലേറ്റുകളിലും അത് നിർത്തിവച്ചിരിക്കുന്നു. അവർ ഈ കോൺസുലർ സ്റ്റാഫിനെ പരിശീലനം കൊടുത്തിട്ട് മാത്രമേ ഇനി ഇൻ്റർവ്യൂ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് പിന്നീട് അറിയിക്കും. അവരുടെയൊക്കെ ഇൻ്റർവ്യൂ നിർത്തിവച്ചിരിക്കുന്നു. അതിന് പ്രധാനമായിട്ട് കാര്യം പറയുന്നത്, ഇവരെ പരിശീലിപ്പിക്കുന്നത് ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുമോ, ഫുഡ് സ്റ്റാമ്പോ അല്ലെങ്കിൽ മെഡിക്കെയറോ അല്ല മെഡിക്കെയ്ഡ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ചില ആനുകൂല്യങ്ങളോ ഒക്കെ പറ്റുന്ന സ്ഥിതി ഉള്ളവരാണോ ഇങ്ങോട്ട് വരാൻ പോകുന്നത്, അത് പരിശോധിച്ച് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രായമുള്ളവരും രോഗമുള്ളവരും ഒക്കെ ഇനി ഇമിഗ്രൻസായിട്ട് വരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നൊരു ഏറ്റവും വലിയ പ്രശ്നം, ഈ പലരും ഇൻ്റർവ്യൂവിനായിട്ട് ഈ വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിപ്പോയ പലരും ഉണ്ട്, ഇവിടുന്ന് പോയവരും നാട്ടിലുള്ളവരും. അപ്പോൾ അവരെല്ലാം അനിശ്ചിതമായിട്ട് ഇനി കാത്തിരിക്കണം. അപ്പോൾ എന്നാണെന്ന് പറയാൻ പറ്റത്തില്ല ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പോയവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ജോലി ഉണ്ടായിരിക്കും, ഭാര്യയും കുട്ടികളും ഇവിടെ ആയിരിക്കും. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് അവിടെ പോയിരിക്കുന്നു, എന്നാണ് തിരിച്ചു വരാൻ പറ്റുന്നത് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പല രേഖകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഒരു നിശ്ചിത കാലാവധിയുണ്ട്. അപ്പോൾ ആ കാലാവധി കഴിഞ്ഞാണ് ഇനി അടുത്ത ഇൻ്റർവ്യൂ എങ്കിൽ പിന്നെയും ഈ രേഖകളെല്ലാം പിന്നെയും ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ അതെല്ലാം വീണ്ടും ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ടും ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വരുന്നത് തന്നെ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നിർത്തും, ഈ ആളുകൾ ചാടിക്കയറി വരുന്ന ആ സ്ഥിതി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. നേരെ മറിച്ച് ലീഗൽ ഇമിഗ്രേഷൻ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പൊതുവിലുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഈ ഐസൊക്കെ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്നു, അങ്ങനെ ഒരു സ്ഥിതി. അതൊരു അൺഅമേരിക്കൻ ആണെന്നാണ് നമ്മൾക്കൊക്കെ തോന്നുന്നത്. ഇപ്പം ഈ ഇമിഗ്രേഷൻ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം നടത്തുന്ന ആ സ്റ്റീഫൻ മില്ലർ, വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫൊക്കെ അമേരിക്കയിൽ ഒരു 10 കോടി മനുഷ്യർ മതി ബാക്കിയുള്ളവരെ മുഴുവൻ പുറത്താക്കി കളയാമെന്ന് കരുതുന്ന ആണെന്ന് എവിടെയോ മുൻപൊരു റിപ്പോർട്ടിൽ വായിച്ചതും ഓർക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇമിഗ്രൻസിനെതിരായ ഒരു ചിന്താഗതി അമേരിക്ക ഒട്ടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ വർഗീയവാദികൾ ഈ ഇന്ത്യക്കാർക്കെതിരെ തിരിയുന്നതും. അപ്പോൾ അതെല്ലാം നമ്മെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെയൊക്കെ പിള്ളേർ ഈ അപേക്ഷയൊക്കെ കൊടുത്ത് 10-12 വർഷമായിട്ട് കാത്തിരിക്കുന്നത് നമുക്കറിയാം. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേർ, അവർ ഈ ഗ്രീൻ കാർഡൊന്നും കിട്ടാത്തതുകൊണ്ട് അവർക്ക് ജോലി മാറാൻ പറ്റില്ല, സ്വന്തമായിട്ടൊരു കമ്പനി സ്ഥാപിക്കാൻ പറ്റില്ല. ഭാര്യമാർക്ക് H4 വിസയിൽ ചുരുക്കമായിട്ട് ജോലിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നാനാവിധ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു തൃശങ്കുവിൽ കിടക്കുമ്പോഴാണ് ഇങ്ങനെ പുതിയ നിയമങ്ങൾ വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മയും അലോസരപ്പെടുത്തുന്നു. ഇനി ഇതിന് തൊട്ടടുത്ത് ഇപ്പം എല്ലാ ദിവസവും ഈ പത്രങ്ങളോ അല്ലെങ്കിൽ ഈ ന്യൂസ് ഏജൻസിയൊക്കെ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഇമിഗ്രേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്ത കാണും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അലോസരമാണ് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഗുലുമാലാണ് അത് വരാൻ പോകുന്നത്, നല്ലൊരു കാര്യവും വരാൻ പോകുന്നില്ല. അതാണ് നമ്മൾ എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത്. ഇനി ഈയിടയ്ക്ക് വന്നത് കഴിഞ്ഞ ദിവസം വന്നത് H1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് $203,265 കൊടുക്കണം, സാധാരണ അപേക്ഷാ ഫീസിന് പുറമേ. അപ്പോൾ ഇത്രയും ഡോളർ കൂടി എല്ലാവരും കൊടുക്കണം, എല്ലാ അപേക്ഷകരും കൊടുക്കണമെന്നാണ് പറയുന്നത്. 65,000 സാധാരണ അപേക്ഷകരും 20,000 ഇവിടുത്തെ അഡ്വാൻസ്ഡ് ഡിഗ്രി ഉള്ളവരും. അപ്പോൾ ഇവിടുത്തെ അഡ്വാൻസ്ഡ് ഡിഗ്രി ഉള്ളവരാണ് ഇവിടെ പഠിച്ച ആളുകൾ. അപ്പോൾ അവരെ ഹയർ ചെയ്യണമെങ്കിൽ ഇത്രയും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ കമ്പനികൾ, ചില NVIDIA എന്നൊക്കെ പറഞ്ഞ കമ്പനികൾ, അവർ 1 ലക്ഷമോ 2 ലക്ഷമോ ദേ ഡോണ്ട് കെയർ,
അവരെത്രയാണേലും ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ ഞങ്ങൾ എടുക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള എത്ര കമ്പനികൾക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റും? ചെറുകിട കമ്പനികൾക്കൊന്നും ഈ ഇത്രയും പൈസ കൊടുത്ത് ആളുകളെ ഹയർ ചെയ്യുക പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ ഹയർ ചെയ്യപ്പെടുന്ന ആളുകളും അവരുടെ സ്വാതന്ത്ര്യവുമെല്ലാം അവിടെ അടിയറ വെച്ച് ഒരു അടിമപ്പണിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി നിലനിൽക്കുന്നു. പിന്നെ ഇതെല്ലാം നമ്മെയാണ് ബാധിക്കുന്നത് കൂടുതൽ. ഈ H1 വിസയിൽ 71% ഇന്ത്യക്കാരാണ്. അതുപോലെ തന്നെ H1 വിസ സമ്പ്രദായം തന്നെ ഉടച്ചു വാർക്കാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഇന്ത്യൻ സമൂഹത്തെയാണ്, ഇന്ത്യക്കാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ വരാനുള്ള അവസരം ഇല്ലാതാകുന്ന ഒരു സ്ഥിതി. പിന്നെ ഇനി അമേരിക്ക കണ്ടിട്ട് പഠിച്ച് വളരുന്നതും അതും ശരിയല്ല. നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് നമ്മുടെയും മുന്നിലുള്ള വഴി. മറ്റൊരു രാജ്യത്ത് പോകാം, അവിടെ പോയി രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നതും ശരിയല്ലല്ലോ. അപ്പോൾ അത് നമുക്കും ഒരു പാഠമാകേണ്ട കാര്യമാണ്. ഇപ്പം തന്നെ ഈ വിദ്യാർത്ഥി വിസയിൽ വരുന്നവരുടെ എണ്ണം ഒരു 15% ഇന്ത്യക്കാരുടെ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത് അവർക്കും വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഡേറ്റ് കൊടുക്കണം. ഇവിടെ കോളേജ് തുറക്കുമ്പോഴത്തേക്ക് ഡേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ 30 കോൺഗ്രസ് അംഗങ്ങൾ ഈ പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് എഴുതുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അതും ഇന്നൊക്കെ വാർത്ത കാണുകയുണ്ടായി. ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ B1 വിസിറ്റിംഗ് വിസയിൽ വന്ന് ഏകദേശം 2 ലക്ഷത്തോളം പേരുടെ പിന്നെ വിസ റദ്ദാക്കാൻ പോകുന്നതും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടു. സംഗതി ഇതാണ്, ഇവിടെ വിസിറ്റിംഗ് വിസയിൽ B1 B2 എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകൾ അവർ ഇവിടെ വന്നതിന് ശേഷം അസൈലം തേടും. ഇവിടെ വന്ന് പിന്നെ അഭയാർത്ഥിയായിട്ട് പിന്നെ തങ്ങൾക്ക് അഭയം തരണമെന്നും പറഞ്ഞ് ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അപേക്ഷ ഇങ്ങനെ വർഷങ്ങളായിട്ട് പിന്നെ കെട്ടിക്കിടക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ വരുന്നവരുടെ എല്ലാം കാര്യങ്ങൾ പുനഃപരിശോധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ നീക്കം എന്താണെന്ന് വെച്ചാൽ ഈ B1 B2 വിസ അങ്ങ് ക്യാൻസലാക്കും. വിസ ഈ അസൈലത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ആ വിസ ക്യാൻസലാക്കി കഴിഞ്ഞാൽ അവർ ഇല്ലീഗലായി, അവരെ എപ്പോൾ വേണേലും പുറത്താക്കാം. അതാണ് സർക്കാർ പുതുതായിട്ട് വെച്ചിരിക്കുന്ന കാര്യം. അവരുടെ അസൈലം തീരുമാനം പിന്നീട് വന്ന് ചിലപ്പോൾ അവരെ അനുവദിച്ചെന്നിരിക്കാം. പക്ഷേ അതേസമയം തന്നെ അവർ ഇല്ലീഗലായി തീർന്നു. ഇല്ലീഗലായി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും അവരെ പുറത്താക്കാൻ കഴിയും. അതാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വിസ ക്യാൻസലേഷന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ അസൈലം തേടി വരുന്നവർ ഇപ്പം മലയാളികളൊക്കെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. നേരെ മറിച്ച് ഇന്ത്യക്കാർ മറ്റു പലരുമുണ്ട്. മറ്റ് ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ വന്ന ധാരാളം പേര് അങ്ങനെയുണ്ട്. അവിടെയെല്ലാം വലിയ പ്രശ്നങ്ങളാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. ഇനി മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ലിയാം എന്ന് പറഞ്ഞ ഒരു 5 വയസ്സുകാരൻ. അയാളുടെ ആ കൊച്ചിൻ്റെ അപ്പനെ അറസ്റ്റ് ചെയ്തു. ഐസ് വന്ന് അറസ്റ്റ് ചെയ്തു. ടെക്സസിലാണ്. എന്നിട്ട് ആ കൊച്ചിനെ കൂടെ ജയിലിലേക്ക് കൊണ്ടുപോയി. കൊച്ചിനെ വേറെ അമ്മയുടെ കൂടെ വിട്ടില്ല. കാരണം അമ്മയും ഇല്ലീഗലാണ്. എന്തായാലും അവർ ഈ ഫാമിലി പറഞ്ഞത് അവർ സ്വയം നാടുകടത്തി പൊയ്ക്കോളാം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. അവർ സ്വയം ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് സ്വയം മെക്സിക്കോയിലേക്ക് മടങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഐസ് പറഞ്ഞത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ കുട്ടികളെ ഈ മാതാപിതാക്കൾ പറയുന്ന ആളുകളുടെ അടുത്താക്കും, അല്ലാതെ അവരെ ജയിലിലാക്കുക എന്നുള്ളൊരു പതിവില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നാലും കുട്ടികളെ വല്ലവരുടെ കൂടെ വിടുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളെ വല്ലവരും നോക്കുക എന്ന് പറഞ്ഞാൽ അതുമൊരു ഖേദകരമായ കാര്യമാണല്ലോ. ഈ അതിർത്തി കടന്ന് കൊച്ചുകുട്ടികളെയൊക്കെ ഇങ്ങോട്ട് വിട്ട് ഒരുപാട് പേരെ ഫോസ്റ്റർ കെയറിൽ വിട്ട് അവരെപ്പറ്റി പിന്നീട് വിവരം പോലും ഇല്ലാതായ ഒരു സ്ഥിതി കുറേ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നമ്മുടെ ഒബാമയുടെ കാലം മുതലുള്ളത്. എത്രയോ സങ്കടകരമായ കാര്യമാണ്. ഏതോ വീട്ടിൽ ആരുടെയോ കൂടെ എല്ലാവിധ ചൂഷണങ്ങൾക്കും വിധേയരായിട്ട് അവർ ജീവിക്കേണ്ട ഒരു സ്ഥിതി വരുന്നു. ഈ ഫോസ്റ്റർ കെയർ പോലും ഈ അമേരിക്കയിൽ ഈ വീട്ടിൽ പ്രശ്നമാണെന്നും പറഞ്ഞ് പിള്ളേരെ കൊണ്ടുപോയി ഫോസ്റ്റർ കെയർ മറ്റൊരാളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക, അവർക്ക് പൈസ കൊടുത്തിട്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ മറ്റൊരു കുടുംബത്തിൽ നോക്കിയാൽ എത്ര നോക്കും, അവർക്ക് എത്ര കണ്ട് താല്പര്യം കാണും. അവരെങ്ങനെയെങ്കിലും അവർക്ക് കാശ് കിട്ടുക എന്നുള്ളതാണ് അവർ നോക്കുക. അപ്പോൾ അതൊക്കെ ഖേദകരമായ ഒരു കാര്യമാണ്. പലപ്പോഴും ഫോസ്റ്റർ കെയർ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തന്നെ ദോഷമായിട്ട് ബാധിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. സ്വന്തം വീടുകളിൽ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ പോലും ഇങ്ങനെ കുട്ടികളെ ഫോസ്റ്റർ കെയറിലാക്കുന്നത് അതെന്തായാലും ഗുണത്തേക്കാളേറെ ദോഷം വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇനി ഇതിന് പുറമേ വേറെ ഇതിൻ്റെ ഇടയ്ക്ക് ചില നല്ല കാര്യങ്ങളുണ്ട്. ഈ 75 രാജ്യങ്ങളിൽ നിന്നുള്ള വിസ അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് അമേരിക്കയിലേക്ക് വിസ ഒന്നും കൊടുക്കരുതെന്ന് ഈ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉത്തരവിട്ടു. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്, ഒരു ഡിസ്ട്രിക്റ്റ് കോടതി മൻഹാട്ടനിൽ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ഉത്തരവിടാനുള്ള യാതൊരു അധികാരവും ഈ സ്റ്റേറ്റ് സെക്രട്ടറിക്കില്ല.
അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഒരു രാജ്യം തിരിച്ച് ആളുകൾ വരരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല എന്ന് 1965 നിയമമോ മറ്റോ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതും ഇവിടെ വന്നിട്ട് ആനുകൂല്യങ്ങളൊക്കെ മേടിക്കാൻ സാധ്യത കൂടുതലുള്ള ആളുകളെയാണ്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയാണ് തടയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് വിസ, അങ്ങനെയുള്ളവരുടെ ഇൻ്റർവ്യൂ, അങ്ങനെയുള്ളവരെ വരേണ്ടതില്ല എന്നുള്ള രീതിയിലായിരുന്നു ഉത്തരവ്. എന്തായാലും ഈ ഉത്തരവുകളൊക്കെ വന്നാലും ഇപ്പം നമുക്കറിയാം, താരിഫിനെതിരെ സുപ്രീം കോടതിയിൽ വിധിയുണ്ടായിരുന്നു. പക്ഷേ താരിഫ് ഇപ്പോഴും നടക്കുന്നു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് കാനഡയ്ക്കെതിരെയും താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു 50%. അപ്പോൾ ആ സുപ്രീം കോടതി വിധി ഏത് രീതി എങ്ങനെയാണത് വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയായിരുന്നാലും ഇങ്ങനെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. അതെല്ലാം നമ്മൾ ഇമ്മിഗ്രൻസിനെ ബാധിക്കുന്നു. ഇമ്മിഗ്രൻസിനെ ബാധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരെ ധാരാളമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അത് നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്.